ഹലോ, ഇതുപോലത്തെ ചെറിയ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് പൂക്കളാണ് വരയ്ക്കുന്നത്. അതിനായിട്ട് ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്, വൈറ്റ് പേപ്പർ. അതിലേക്ക് 1, 2, 3 ഫ്ലവർ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടമുള്ള ഫ്ലവറൊക്കെ വരച്ചു കൊടുക്കുക. ഈ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നതിന് അധികം സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് മതി നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഫ്ലവറൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ കൊടുത്തെടുക്കാം. അത് നിങ്ങളെ ഇഷ്ടം പോലെ കളർ കൊടുക്കുക. ഞാനിവിടെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കളർ കൊടുത്തേക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റും അതേപോലെ കുറച്ച് ക്ഷമയും വേണം കേട്ടോ. ഇതൊന്ന് വരച്ചെടുക്കാനും അതേപോലെ ഒന്ന് വെട്ടിയെടുക്കാനും. ഓക്കെ, എന്നാലേ നമുക്കിതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഇതേപോലത്തുള്ള കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റിലൊന്നിടുക. അപ്പം നമ്മൾ വരച്ച ഫ്ലവറൊക്കെ കളർ ചെയ്ത് എടുക്കുന്ന സമയം കൊണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് നല്ലതുപോലെ ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വോയിസ് ക്യൂട്ടാവാത്തതുകൊണ്ടാണാവോ അതോ എൻ്റെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണാവോ ആരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്താണെന്നറിയില്ല. നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ആ കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഫ്ലവറൊക്കെ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കട്ട് ചെയ്ത ഫ്ലവറൊക്കെ നമുക്ക് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് പെറ്റൽസൊക്കെ മടക്കി വെച്ച് കൊടുത്തെടുക്കാം. പിന്നെ നമ്മളിടുന്ന ചില വീഡിയോസ് ചിലർക്ക് കണ്ടാൽ മനസ്സിലാവും, ചിലർക്ക് പറയണ കേട്ടാൽ മനസ്സിലാവും. അധികം എന്തായാലും കണ്ടാലാവും മനസ്സിലാവുണ്ടാവുക. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവണില്ലാത്തവർ കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കിയെടുക്കുക. പിന്നെന്താ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്ലവറെല്ലാം അവിടെ മടക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് മുന്നേ. അതിനായിട്ട് കുറച്ച് ഫ്ലവർ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് നോക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇത് വിരിഞ്ഞു വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല. ഈ ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞു വരും, അതന്നെ. നമ്മുടെ ഫ്ലവറൊക്കെ ഒന്ന് വിരിഞ്ഞു വരുന്നതിന് വേണ്ടി ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അതുവരെ ഒന്ന് ക്ഷമിച്ച് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലവർ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് വിരിഞ്ഞു വരും. ഇനി വിരിഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക, എന്നിട്ട് നോക്കുക. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വിരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുക. ഹാവ് എ നൈസ് ഡേ.